നല്ല മൂവിയായിരുന്നു. നിങ്ങളെല്ലാവരും പോയി കാണുന്ന ഇപ്പം ഇറങ്ങിയ പടങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു മൂവി സെലക്ഷൻ ആയിരിക്കും ഇത്. നേരെന്ന് പറഞ്ഞൊരു മൂവി ജിത്തു ജോസഫിൻ്റെയും മോഹൻലാലിൻ്റെയും കോമ്പിനേഷൻ നമ്മൾ മുമ്പ് കണ്ടിട്ട് നല്ല ഹൈപ്പ് കിട്ടിയുള്ളൊരു പടങ്ങളാണ്. അതുപോലെ തന്നെയുള്ളൊരു മൂവിയാണ് നേരും. ലാലേട്ടൻ്റെ എക്സ്പ്രഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ചില കുഞ്ഞു എക്സ്പ്രഷൻസ് ആണെങ്കിൽ പോലും അതിൽ ആക്ടിങ് ആണെന്നൊക്കെ പറയാൻ പറ്റത്തില്ല. അതിൽ ആൾ ജീവിക്കുകയായിരുന്നു. അനശ്വരയുടെ അഭിനയമാണെങ്കിലും വളരെ നാച്ചുറൽ ആയിരുന്നു. താങ്ക് യു. സിനിമ ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയാണ്. ലാലേട്ടൻ്റെ സത്യം പറഞ്ഞാൽ നല്ലൊരു തിരിച്ചുവരവുള്ള സിനിമ തന്നെയായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയാനുള്ളത് സിദ്ദിഖിൻ്റെ പെർഫോമൻസ് ആയിരുന്നു. ലാലേട്ടനെ കൂടുതൽ കാര്യം എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ചില സമയത്തൊക്കെ അടിച്ച് കൊല്ലാൻ തോന്നിപ്പോയി. അത്ര ഗംഭീരമായിട്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ല നെഗറ്റീവ് ഞാൻ നല്ലതായിട്ട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വെച്ചാൽ പറയുന്നത് ഒരുപാട് നെഗറ്റീവ് കാര്യം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല അടിപൊളി പെർഫോമൻസ് തന്നെയായിരുന്നു. ഗംഭീരമായിട്ട്. പിന്നെ അനശ്വര രാജനായാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണ്. വലിയ സസ്പെൻസ് ത്രില്ലർ ഒന്നും പ്രതീക്ഷിക്കാതെ വന്നു കഴിഞ്ഞാൽ കിടിലുമായിട്ട് നല്ലൊരു ട്രീറ്റ് ചെയ്യാൻ പറ്റിയൊരു പടമാണ്. നമ്മൾ നോർമലി കോടതി സിനിമകൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമാണ്. പക്ഷെ ജനഗണമനയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഒരിക്കലും. അത് ഓൾമോസ്റ്റ് ഫസ്റ്റിലെ പറയുകയാണ്. പിന്നെ എല്ലായിടത്തും പറയാനുള്ള ഈ പടം ഒരു സസ്പെൻസ് ത്രില്ലർ ജിത്തു ജോസഫ് സ്ഥിരം പടമായിട്ട് പ്രതീക്ഷ വരികയും ചെയ്യരുത്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമേ കിട്ടത്തുള്ളൂ. പക്ഷെ ഒരു ഫാമിലി എൻ്റർടൈൻമെൻസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാണാം. പിന്നെ മോഹൻലാൽ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഈ പടം കണ്ടു. കാരണം അവർക്കൊരിക്കലും വേസ്റ്റ് ആവത്തില്ല. കാരണം അയാളൊരു മമ്മൂട്ടി ഫാനാണ്. അതുകൊണ്ട് പറയുന്നതാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പേഴ്സണലി ഒത്തിരി ആൾക്ക് ശേഷം മോഹൻലാലിനെ തിയേറ്ററിൽ നല്ലൊരു കാണാൻ പറ്റി. ഓൾമോസ്റ്റ് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ പടം കണ്ട് വിജയിപ്പിക്കുക നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ. ഏതായാലും ലാലേട്ടൻ്റെ ഒരു വമ്പൻ തിരിച്ചുവരവ് വന്നിരിക്കുന്നത്. ദൃശ്യം കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ കാണാനായിട്ട് നല്ലൊരു പടം. വളരെ ശ്രദ്ധിച്ചിരുന്ന് കാണണം. ഇതുപോലെ തകർത്ത് ജിത്തു ജോസഫ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. ഒന്നുമല്ല, അത്ര കോർട്ട് ബേസിലാണ് പടം മുഴുവൻ. നല്ലപോലെ ശ്രദ്ധിച്ചിരുന്ന് കാണണം. എല്ലാവരും തിയേറ്ററിൽ മസ്റ്റ് വാച്ചാണ്. എല്ലാവരും തീർച്ചയായിട്ടും കാണണം. എല്ലാവരും അസാമാന്യ പെർഫോമൻസ്. മറ്റേ എല്ലാവരും അനശ്വരൊക്കെ വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അനശ്വര, ജഗദീഷ്, സിദ്ദിഖ്, പ്രിയാമണി എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ജിത്തു ജോസഫിൻ്റെ അടിപൊളി ഡയറക്ഷനും. ഏതായാലും ഒന്ന് കാണാൻ തിയേറ്റർ മസ്റ്റ് വാച്ച് ആട്ടോ. ഏതായാലും വമ്പൻ തിരിച്ചുവരവ്, ഒന്നും പറയാനില്ല. അത്ര നല്ല പടം. ഞങ്ങൾ പിള്ളേർ കൂടെ ഉണ്ട്. ലാലേട്ടൻ്റെ തിരിച്ചുവരവ് തന്നെയാണ്. അതായത് മലൈക്കോട്ട വാലിബം വരെ കാത്തു നിൽക്കേണ്ടി വന്നില്ല ലാലേട്ടൻ്റെ തിരിച്ചുവരവിൽ. കിട്ടിയില്ലായിട്ട് ചെയ്തിട്ടുണ്ട്. ഡയലോഗ് ഡെലിവറി ആണെങ്കിലും വോയിസ് മോഡുലേഷൻ ആണെങ്കിലും അതേപോലെ തന്നെ ഓരോ റിയാക്ഷൻസ് ലാലേട്ടൻ കൊടുക്കുന്നത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് സിനിമയിൽ. ലാലേട്ടൻ്റെ ഒരു സിനിമ കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് ഫുള്ളായി സന്തോഷത്തോടെ ഇറങ്ങി വന്നത് ഇന്നാണ്. 4 വർഷത്തിന് ശേഷം അത്രക്കും ആഗ്രഹിച്ചിട്ടുണ്ട് ലാലേട്ടൻ്റെ തിരിച്ചുവരവിൽ. കിട്ടിയില്ല തിരിച്ചുവരവ്. ഇനി 2024 ലാലേട്ടനുള്ളതാണ്. അടുത്ത എല്ലാ പടവും അടിപൊളിയായിരിക്കും ലാലേട്ടൻ്റെ. ഇതിനകത്ത് സ്ക്രിപ്റ്റ് തന്നെയാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ നട്ടല്. കാരണം അത്ര പവർഫുൾ ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. ഭയങ്കര എൻഗേജിങ് ആണ്. അതായത് ഈ കോടതിയിലെ സീക്വൻസ് ഒക്കെ റിപ്പീറ്റായി വരുമ്പോൾ പോലും നമുക്കൊരു ലാഗ് കാര്യങ്ങളൊന്നും തോന്നില്ല. പിന്നെ ഇതിനകത്ത് അനശ്വര, സിദ്ദിഖ് അവരൊക്കെ നന്നായി തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ റോളൊക്കെ അവർക്ക് ഇതിനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രിയാമണി ആയാലും ജഗദീഷ് അവരൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേക്കിംഗ് ആയാലും ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ഒക്കെ എൻഗേജിങ് ആണ്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്തു പറയേണ്ടതാണ്. കിടിലം ബാക്ക്ഗ്രൗണ്ട് സ്കോർ സിറ്റുവേഷൻ അനുസരിച്ചുള്ളതാണ്. പിന്നെ പാട്ടുകളും നന്നായി തന്നെ വന്നിട്ടുണ്ട്. കിടിലം പടമാണ്. അതായത് ത്രില്ലും സസ്പെൻസ് കാര്യങ്ങളൊന്നുമില്ല. ജിത്തു ജോസഫ് പറഞ്ഞ പോലെ തന്നെ ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമയും. പക്ഷേ ഈ വാദിക്കണ സീൻസൊക്കെ കുറച്ച് ത്രില്ലിംഗ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. വാദിക്കണ സീൻസിലൊക്കെ ലാലേട്ടൻ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ലാലേട്ടൻ്റെ തിരിച്ചുവരവ് തന്നെയാണ് ഇത്.